യെസ് സംഷാദ്, നേരത്തെ ഹസ്കർ ഉന്നയിച്ചൊരു പരാതി, അതായത് വയനാടിൻ്റെ ജനപ്രതിനിധി, ലോക്സഭയിലെ ജനപ്രതിനിധി അത് കൃത്യമായിട്ട് അറിയിക്കുന്നില്ല എന്നുള്ളതാണ്. വയനാട് എം പി അറിഞ്ഞോ ഈ വിഷയം? വയനാട് എം പി ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. ഓക്കെ. വയനാട് എം പി ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഈ വിഷയം അറിയുകയും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവിടെയുള്ള ആളുകൾക്ക് അറിയാം. അഷ്കർ ചിലപ്പോ അറിയാത്തത് കൊണ്ടായിരിക്കാം. രാഹുൽ ഗാന്ധി എം പി ആയിരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ ഇടപെടലുകളും അറിയാം. അദ്ദേഹം ഭൂപേന്ദ്ര യാദവിനോട് കത്തയക്കുന്നതും ഭൂപേന്ദ്ര യാദവ് സംസാരിക്കുക, ഭൂപേന്ദ്ര യാദവ് വയനാട്ടിൽ വരുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ. പക്ഷെ അഷ്കർ ഈ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം വളരെ വിദഗ്ധമായി ഇതൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമല്ല എന്ന് പറയുകയും, എന്നാൽ എല്ലാ കാര്യവും കേന്ദ്രവും ഈ പ്രാദേശികമായി എം പി ചെയ്യണം, കേന്ദ്ര സർക്കാർ ചെയ്യണം, സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത രീതിയിലാണ് ഈ ചർച്ചയെ അങ്ങ് കൊണ്ടുപോകുന്നത്. പക്ഷെ കൊണ്ടുപോയി കുറച്ചെത്തും അദ്ദേഹം പറയും ഇതൊന്നും ഇപ്പൊ പറയേണ്ടതല്ല. അപ്പൊ അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് അദ്ദേഹം വാദം ഉന്നയിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ വയനാട്ടിൽ ഇപ്പൊ രാംദാസ് ഏട്ടൻ ഇവിടെ കൃത്യമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പൊ രാംദാസ് ഏട്ടനും നൂൽപ്പുഴ പഞ്ചായത്തിലുള്ള ആൾ, അദ്ദേഹത്തിന് ഇത് കൃത്യമായി അറിയാവുന്ന ആളാണ്. ഇവിടെ ഇതിന്റെ പ്രയോറിറ്റിയും ഇതിന്റെ സീരിയസ്നെസ്സും നമ്മൾ സർക്കാർ ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ വനം വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് വനം വകുപ്പുമായി ബന്ധപ്പെട്ട് ഇത്രയും മോശം രീതിയിലുള്ള ഒരു ബിഹേവിയർ നമുക്ക് അനുഭവപ്പെടുകയാണ്. ഇപ്പൊ അമരക്കുരിയിൽ കടുവ ഇറക്കി 6-7 ദിവസം അവിടുത്തെ ആളുകൾ പ്രയാസത്തിലായി. വനം വകുപ്പ് മന്ത്രി വന്നില്ല. അദ്ദേഹം കടുവയെ പിടിച്ചു കൂട്ടിലാക്കിയപ്പോൾ ഉടനെ വന്ന് അവിടെ ഒരു യോഗം വിളിച്ചു. കടുവയെ കൂട്ടിൽ പിടിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, താമ്രപത്രം കൊടുക്കുന്നു, പുള്ളി പോകുന്നു. ഇനി പുള്ളി അടുത്ത വരവ് വരിക, ഈ കടുവയുടെ കാര്യം തീരുമാനമാകുമ്പോൾ പുള്ളി വന്നിട്ടൊരു അനുമോദന പത്രം കൊടുക്കുക, ഒരു സ്വീകരണം. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയല്ലല്ലോ ഒരു വനം വകുപ്പ് മന്ത്രി ചെയ്യേണ്ടത്. ഒരു വിഷയം വരുന്നതിന് മുമ്പ് അതിനൊരു പ്രിക്കോഷൻ എടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ പ്രിക്കോഷൻ ഉണ്ടാവണം എന്നുള്ളതാണ്. അത് ഉണ്ടായിട്ടില്ല വയനാട്ടിൽ എന്നുള്ള ഒരു തർക്കവും. പിന്നെ നമ്മളെല്ലാവരെയും വിഡ്ഢികളാക്കാൻ വേണ്ടി പറയാണ് ദീപ എന്ന് പറയുന്ന ഒരു വനം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് വയനാടിന്റെ ചുമതല കൊടുത്തിരിക്കുന്നു എന്നാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത്. എന്ത് അധികാരമുണ്ട് സാർ അവർക്ക്? ഇവിടുത്തെ DFO തിരുവനന്തപുരത്തേക്ക് അയക്കുന്ന മെയില് ദീപയ്ക്ക് കൊടുക്കുകയും ദീപ മെയില് തിരുവനന്തപുരത്തേക്ക് അയക്കുകയും ചെയ്യുന്ന ഒരു മീഡിയേറ്റർ റോളാണുള്ളത്. എന്നിട്ട് പറയാണ് എല്ലാ ചുമതലയും ദീപയ്ക്ക് കൈമാറും. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ, സഡൻ ആക്ഷൻസ് ഒക്കെ എടുക്കാനുള്ള അധികാരം ദീപയ്ക്ക് ഉണ്ട് എന്നാ. ദീപയോട് സംസാരിച്ചപ്പോൾ എനിക്ക് അങ്ങനെ അധികാരങ്ങളൊന്നുമില്ല, അതൊക്കെ തിരുവനന്തപുരത്ത് തന്നെ വരണം. ഇനി ആളെ പണ്ടന്മാരാക്കല്ലേ, എന്തിനായി പറ്റിക്കുന്ന ആളുകളെ? RRTയുടെ കാര്യം ഞാൻ പറഞ്ഞു, RRT രൂപീകരിച്ചു എന്ന് പറഞ്ഞു, ഒരു നിയമനവും ഇല്ല, വണ്ടിക്ക് ഡ്രൈവർ പോലും ഇല്ല. പറ്റിക്കുകയാണോ? ഇതൊന്നും കേന്ദ്ര സർക്കാരോ MP ഇടപെടേണ്ട കാര്യമില്ലാന്നേ. ഇത് സംസ്ഥാന സർക്കാരിന്റെ പ്രയോറിറ്റി. രാംദാസ് ഏട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ റെയിലിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി ഉണ്ടല്ലോ, അല്ലെങ്കിൽ റിയാദ് മിനിസ്റ്ററുടെ ടൂറിസം വകുപ്പിലും PWDയിലും കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി, അതിന്റെ 50% പ്രയോറിറ്റി വയനാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി നൽകിയാൽ മതി. പിന്നെ പണത്തിന്റെ കാര്യത്തിൽ അഷ്കറിന് സംശയമുണ്ട്. ഈ 2019 ആണെന്ന് തോന്നുന്നു, കഴിഞ്ഞ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അവസാന വർഷം പറയാണ് 7000 കോടി രൂപയുടെ വയനാട് പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്ടിലെ സമൂലമായ വികസനം ഇനി പാക്കേജിന്റെ വഴിയാണ്. ഇത് പ്രഖ്യാപിച്ചതാണ്, ഞാനല്ല, ശ്രീ പിണറായി വിജയനാണ്. അങ്ങനെയാണെങ്കിൽ ആ വയനാട് പാക്കേജിൽ നിന്നും ഒരു 475 കോടി രൂപയാണ് വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടാക്കിയ DPR വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത്. ചെലവ് ചെയ്യണ്ടേ? എവിടെ പണം? അപ്പൊ പറയുന്നു പണം ഇല്ലാന്ന്. എന്നാൽ മറുഭാഗത്ത് പറയുന്നു വയനാട് പാക്കേജ് ഉണ്ട്. ഇത് ഏതാണ് വിശ്വസിക്കേണ്ടത്? ഒന്നില്ലെങ്കിൽ പണം. ഇനി പണം പോട്ടെ. ഇപ്പൊ രാംദാസ് ഏട്ടൻ ചോദിച്ചു ലോക്കൽ പഞ്ചായത്തുകൾ ഇതിനകത്ത് എന്ത് ചെയ്തു. ഞാൻ വളരെ ആധികാരികമായി പറയാം, ഈ ഒരു വിഷയത്തിൽ ജില്ലാ പഞ്ചായത്തും വയനാടിലെ പഞ്ചായത്തുകളും എടുത്തൊരു സ്റ്റാൻഡുണ്ട്. ഞങ്ങൾ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ 150 കോടി രൂപ നബാർഡിൽ നിന്നും പണം തരാൻ തയ്യാറായിട്ടുണ്ട്. ആ പണത്തിന്റെ 15% തുക ഒന്നില്ലെങ്കിൽ വനം വകുപ്പ് അടയ്ക്കണം, അല്ലെങ്കിൽ സർക്കാർ അടയ്ക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർ അടയ്ക്കണം. ആ 15% തുക വയനാട്ടിലെ പഞ്ചായത്തുകൾ അടച്ചോളാം. ഈ 150 കോടി രൂപയ്ക്കുള്ള ഒരു പ്രൊജക്ട്, ഞങ്ങൾക്ക് അതിന്റെ സയന്റിഫിക് ആയ കാര്യങ്ങൾ അറിയില്ല, വനം വകുപ്പ് തയ്യാറാക്കണം. 3 നിയോജക മണ്ഡലത്തിൽ, അതായത് സൗത്ത്, നോർത്ത്, വൈൽഡ്, അത് 3 നിയോജക മണ്ഡലത്തിലും പരന്ന് കിടക്കുകയാണ്. അവിടെ നിങ്ങളൊരു പ്രൊജക്ട് ഉണ്ടാക്കണം. ആ പ്രൊജക്ടിന്റെ തുക ഞങ്ങളും 15% ഷെയർ തരാം, ബാക്കി നബാർഡ് തരാം. നബാർഡിന്റെ CGയുമായി നമ്മൾ സംസാരിക്കുന്നു. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വയനാട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ നേരിട്ട് കാണുന്നു. അദ്ദേഹം ഇതിൽ എഗ്രി ചെയ്യുന്നു. ഈ കൊടുക്കേണ്ട ഒരു പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ ഒരു കൊല്ലമായി പറഞ്ഞിട്ട് വയനാട്ടിലെ വനവകുപ്പുകാർ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ എല്ലാ പഞ്ചായത്തിലും വനവകുപ്പുകാർ യോഗം കൂടി ഹോട്ട്സ്പോട്ടുകൾ മാർക്ക് ചെയ്തു. എവിടെയാണ് എന്ത് തരത്തിലുള്ള മെത്തേഡാണ് വേണ്ടത് തീരുമാനിച്ചു. ഒരു പദ്ധതി ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് തന്നില്ല. ഇന്നലത്തെ വയനാട്ടിൽ ഇറങ്ങിയ ഒരു പത്രത്തില് വയനാട്ടിലെ DFO പറയാണ് മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങോട്ടാണ് ഈ വനംവകുപ്പ് കൊണ്ടുപോകുന്നത്? ഇത് ചെയ്യാൻ തയ്യാറായാൽ പോലും സഹായിക്കുന്നില്ല.
പിന്നെ നിർദ്ദേശങ്ങൾ, അത് അഷ്കർ പറഞ്ഞതുപോലെയാണ്. നിർദ്ദേശങ്ങൾ പല ആളുകൾക്കും പലതരത്തിലുള്ള നിർദ്ദേശം. ഇപ്പൊ ബഹുമാനപ്പെട്ട സ്റ്റാൻലി ഇവിടെ ഒരുപാട് നിർദ്ദേശങ്ങൾ വെച്ചു. അതിൽ 72-ലെ വനനിയമം മാറ്റണം, അത് നമ്മളും ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഏകവിള തോട്ടങ്ങൾ മാറ്റണം, അതും എല്ലാവരും ആവശ്യപ്പെടുന്ന കാര്യമാണ്. മഞ്ഞക്കൊന്നയും അരിപ്പൂക്കാടുകളും ഇല്ലാതെയാക്കണം. അപ്പൊ മഞ്ഞക്കൊന്ന അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹമാണ് ആദ്യമായി മഞ്ഞക്കൊന്ന ഒരു ഇടപെടൽ നടത്തിയാണ്. ഞാൻ അതിനെ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ഇപ്പോഴും ഇടപെടൽ നടക്കുന്നുണ്ട്. അതിപ്പോ NGO-കളായിട്ടും സർക്കാർ സംവിധാനത്തിലായിട്ടും അതിന്റെ നമ്മൾ പല രീതി, ഓരോരുത്തരും ഓരോ മെത്തേഡാണ്. പക്ഷെ അത് വളരെ പെട്ടെന്ന് അത് പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. പക്ഷെ അതിന് അത്രയും മാൻ പവറും അത്രയും പണത്തിന്റെ ലഭ്യതയും ആവശ്യമുണ്ട്. കാരണം ഇപ്പൊ അത് കട്ട് ചെയ്തിട്ട് പേപ്പർ കമ്പനിക്ക് കൊടുക്കാനും അതിന്റെ റൂട്ട് ഡിബാർ ചെയ്യാനും ഒക്കെയുള്ള രീതി ചെയ്യുന്നു. ഒരു NGO അതിന് തോത് പൂർണ്ണമായി പറിച്ചെടുത്തുകൊണ്ട് മാറ്റുന്നത്. അങ്ങനെ നമുക്ക് ചെയ്യണം. പക്ഷെ അവിടെയും നമ്മൾ വനംവകുപ്പിനോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെയുള്ള മേഖലകൾ ഒരു ഇത്തര ടെറിട്ടറി പോലെ ഒരു ഭൂമി, ഒരു പ്രദേശം പഞ്ചായത്തുകൾക്ക് കൊടുത്താൽ പഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ 3 വർഷം അവിടെ സ്വാഭാവിക വനവൽക്കരണത്തിനുള്ള ഫണ്ടുണ്ട്. ഒരു പണവും വനംവകുപ്പ് ചെലവഴിക്കേണ്ട, സ്വാഭാവിക വനവൽക്കരണത്തിനുള്ള ഫണ്ട് അത് ചെയ്യാൻ പറഞ്ഞു. വനംവകുപ്പ് ചെയ്യുന്നില്ല. അതിനോടൊപ്പം തന്നെ ഓഡിറ്റ് നല്ലതാണ്, അത് വനംവകുപ്പിൽ നടക്കുന്ന കാര്യം. പക്ഷെ അതും വന്യജീവി സംഘർഷമായിട്ട് ബന്ധമില്ല. പക്ഷെ ഒരുപാട് പിന്നെ കുളങ്ങൾ, ഒരുപാട് വയലുകൾ, ഒരുപാട് ചതുപ്പ് വയനാട്ടിലെ ഫോറസ്റ്റിനകത്തുണ്ട്. ഇതിനെ റീക്രിയേറ്റ് ചെയ്യണം. നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ സാധ്യത പോലും ഇല്ലേ? എന്തൊരു സാധ്യതയുള്ള മേഖലയാണ്. എല്ലാ പഞ്ചായത്തുകളുടെ യോഗം ചേർന്നു, എല്ലാവരും ചെയ്യാൻ തയ്യാറാണ്. അനുമതി വനംവകുപ്പ് തരുന്നില്ല. വനംവകുപ്പ് മന്ത്രിയോട് പറഞ്ഞു, ഒരു കാര്യമില്ല. തിരുവനന്തപുരത്ത് നടന്ന മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരിക്കുന്ന മീറ്റിംഗിൽ നമ്മൾ പറഞ്ഞു, ഇത്രമായി രാംദാസ് ചേട്ടൻ കൃത്യമായി എന്റെ കണക്കറിയാൻ ഞാൻ വിചാരിക്കുന്നു. 270 ചതുപ്പ് നിലങ്ങൾ, ഇത്ര വയലുകൾ, ഇത്ര പ്രദേശങ്ങൾ കാട് പിടിച്ച് മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതിനെ റീക്രിയേറ്റ് ചെയ്യണം, അവിടെ വെള്ളത്തിന്റെ സൗകര്യം ഉണ്ടാക്കണം, തടയണം ഉണ്ടാക്കണം. പക്ഷെ വനംവകുപ്പിന് താല്പര്യം എന്താ? തടയണം ഉണ്ടാക്കാനല്ല, ടാങ്കറിൽ വെള്ളമെടുത്ത് കാട്ടിനകത്ത് കുളം കുത്തി ആ കുളത്തിൽ നിറയ്ക്കുക എന്ന് പറയുന്ന പണം വരുന്ന മാർഗത്തിലൂടെ വെള്ളം കൊടുക്കുന്നതാണ് വനംവകുപ്പിന് താല്പര്യം. അപ്പൊ ഈ താല്പര്യവും പ്രയോറിറ്റിയും മാറാതെ വയനാട്ടിലെ പ്രശ്നത്തിൽ മാറ്റം ഉണ്ടാവില്ല. ആ പ്രശ്നങ്ങൾ ഉണ്ടാവണം. അപ്പൊ അതെല്ലാവരുമായി ചർച്ച ചെയ്തോളൂ. പിന്നെ എല്ലാ കാര്യങ്ങളിലും നേരത്തെ പറഞ്ഞതുപോലെ ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ അതിനകത്ത് നല്ല നിർദ്ദേശങ്ങളുണ്ട്. പിന്നെ ഈ ഭരണത്തിലിരിക്കുന്ന നമ്മുടെ എല്ലാ സ്ഥലത്തും ഇത് പറയുന്നു, പക്ഷെ ഒരു പ്രയോറിറ്റി വേണം. ഞങ്ങൾ നിങ്ങളോടുള്ളൊരു സർക്കാരിനോട്, വനംവകുപ്പ് മന്ത്രിയോട് ഇനി റിക്വസ്റ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം വയനാട്ടിൽ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹത്തിന്റെ എന്താണ് ഇവിടുത്തെ ഇടപാട് എന്നുള്ളത് അദ്ദേഹത്തിന് വയ്യ, ശാരീരിക അസ്വസ്ഥതകൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. ശ്രീ അനിൽ നമ്പ്യാർ, നമ്മൾ അദ്ദേഹത്തോട് ആരെങ്കിലും നിർബന്ധിച്ച് അങ്ങൊന്ന് വനംവകുപ്പ് മന്ത്രിയായി ഇരിക്കൂ, കേരളത്തെ രക്ഷിക്കാനെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് മാറിക്കൊടുക്കാലോ. പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലോ MLA അതാണ് കുഴപ്പമെന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് തലവേദനയായിട്ടുള്ള ഒരു വകുപ്പായിരുന്നു ഗതാഗതം, KSRTC. ഇതിലൊരു ആശ്വാസം കിട്ടിയതായിരുന്നു NCP-കാർക്ക്. പക്ഷേ അതിപ്പോൾ ഇങ്ങനെയായി. അദ്ദേഹം എന്ന് ചാർജ് ഏറ്റെടുത്തോ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ വന്യജീവി ആക്രമണം. ആനയും പുലിയും കടുവയും ഒക്കെ ഇറങ്ങിയത് അദ്ദേഹം ചാർജ് ഏറ്റെടുത്തതിന് ശേഷമാണ്. എന്നാലും സംസ്ഥാന വർഗ നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. ഇത് പരസ്പരം പഴിചാരി രക്ഷപ്പെടേണ്ട ഒരു വിഷയമല്ല വന്യജീവി ആക്രമണം എന്നത്. കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഭേദഗതി ചെയ്യണം. അത് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം വയനാട്ടിലെ ജനപ്രതിനിധികൾക്കാണ്. മാത്രമല്ല, നേരത്തെ രാംദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ, അതായത് പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ചുമതല സ്റ്റേറ്റിൻ്റേതാണ്. അതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒരു ശാശ്വത പരിഹാരമാണ് അനിവാര്യമായിട്ട് ഉണ്ടാവേണ്ടത്. ഇന്ന് രാധ, നാളെ മറ്റൊരാൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിയാത്മകമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു കൂടി ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു.